ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന് കോടതിയുടെ ശകാരം. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുവാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് പക്ഷേ തയ്യാറായില്ല. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാതെ സർക്കാരിന് എന്തിന് റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നായിരുന്നു കോടതിയുടെ ശകാരം. തുടർന്ന് ഈ മാസം 12-ന് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. അശ്വിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അരുൺ, MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറാകാത്ത വിജിലൻസിനെ രൂക്ഷമായ ഭാഷയിലാണ് വിജിലൻസ് കോടതി ശകാരിച്ചത്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കണം എന്നതായിരുന്നു കോടതി നിർദ്ദേശം. പക്ഷേ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല. പകരം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് വിജിലൻസ് കോടതിയെ അറിയിക്കുകയായിരുന്നു. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാതെ സർക്കാരിന് എന്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. DYSP ഷിബു പാപ്പച്ചൻ കോടതിയിൽ ഹാജരായാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് ഈ മാസം 12-ന് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാകാൻ വിജിലൻസ് കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പലതവണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് സാവകാശം തേടിയിരുന്നു. അഡ്വക്കേറ്റ് നാഗരാജു സമർപ്പിച്ച ഹർജിയിലാണ് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അജിത് കുമാർ ഭാര്യയുടെ സഹോദരനുമായി ചേർന്ന് സെന്റിന് 70 ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര ഭവനം നിർമ്മിക്കുന്നതിൽ അഴിമതി തുകയുണ്ട് എന്നതായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം. ഇതിനായി P ശശി ADGPയെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. അരുൺ, താങ്ക് യു. അശ്വിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.